ഇവിടെ കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ഫാഷൻ സിനിമയാണ്. ആ സിനിമയിൽ പ്രത്യേകമായിട്ട് എനിക്ക് ആദ്യകാലത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഈ സിനിമയിൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നല്ല സിനിമകൾ എത്തിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. അന്ന് അത് ഉണ്ടായത് മാത്രമല്ല, ഞാനും തന്നെ കുറേ സിനിമകൾ എടുത്തു. ആ സിനിമയിലൊക്കെ എല്ലാ സിനിമയും എനിക്ക് എടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല സിനിമകൾ എടുത്ത് കേരളത്തിൽ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. കമൽഹാസൻ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായ ഒരു വ്യക്തിയാണ്. കാരണം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്രാസിൽ പരിചയപ്പെട്ട് ഞങ്ങൾ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ജിമ്മിലായിരുന്നു ഞങ്ങളുടെ ഇടപാട്. അതായത് ഇത്ര നല്ല ജിമ്മ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മിൽ ചെലവഴിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു, ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ളത്. ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അത്ര നല്ല ഒരു ജിം. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ മകനെ പോലെ ഇരിക്കുന്നത് അദ്ദേഹം. മനസ്സിലാകുന്നു, ഞങ്ങൾ ഒരുപോലെയായിരുന്നു, ഇന്ന് എൻ്റെ മകനെ പോലെ അദ്ദേഹമായി. അപ്പോൾ അതിൻ്റെ കാരണം അതാണ്, അത് അധ്വാനത്തിൻ്റെ ആണ്. നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ്. അതാ സിനിമയിലും ജോജുവിനെ പോലത്തെ ആളുകൾ ജോജുവിനെ ആദ്യം കാണുമ്പോൾ എനിക്ക് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നന്നായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. പിന്നെ അഭിരാമി നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ട് ഇന്നും എനിക്ക് എപ്പോൾ ഓർക്കുന്നുണ്ട് അവരുടെ പേര്. അതായത് കണ്ട ഉള്ളിൽ തന്നെ അഭിരാമി എന്ന് പറഞ്ഞു. പക്ഷെ അശോകനെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളെടുത്ത് എങ്ങനെയും മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അതിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.